സംസ്ഥാനത്ത് വന്യജീവി ആക്രമണവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ചർച്ച ചെയ്യാൻ മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിലുള്ള ഉന്നതതല യോഗം ആരംഭിച്ചു. മന്ത്രിമാരായ എ.കെ. ശശീന്ദ്രൻ, വീണ ജോർജ്, കെ കൃഷ്ണൻകുട്ടി എന്നിവർ യോഗത്തിൽ പങ്കെടുക്കുന്നു. ചീഫ് വൈൽഡ് ലൈഫ് വാർഡൻ, സംസ്ഥാന പോലീസ് മേധാവി, അഗ്നിശമന സേനാ മേധാവി, വനംവകുപ്പ് ഉന്നത ഉദ്യോഗസ്ഥർ എന്നിവരും യോഗത്തിൽ പങ്കെടുക്കുന്നുണ്ട്. കമലേഷ് തെക്കേക്കാട് വിവരങ്ങൾ നൽകാൻ ചേരുകയാണ്. കമലേഷ്, വിശദാംശങ്ങൾ എങ്ങനെ? അസിത, ഈ മനുഷ്യ വന്യജീവി സംഘർഷങ്ങൾ സംസ്ഥാനത്ത് വ്യാപകമാകുന്ന സാഹചര്യത്തിലാണ് ഇക്കാര്യത്തിൽ സംസ്ഥാനം ഇതുവരെ സ്വീകരിച്ച നടപടികൾ എന്തൊക്കെയാണ്, അതിൻ്റെ ഒരു വിശകലനമായിരിക്കും ഇന്നത്തെ യോഗത്തിൽ പ്രധാനമായും നടക്കുക. ഉച്ചതിരിഞ്ഞ് 3:30 യോഗം ആരംഭിച്ചു. മുഖ്യമന്ത്രിയുടെ കോൺഫറൻസ് ഹാളിലാണ് ഈ യോഗം നടക്കുന്നത്. നേരത്തെ അസിത സൂചിപ്പിച്ചതുപോലെ തന്നെ മന്ത്രിമാരായ കെ കൃഷ്ണൻകുട്ടി, അതുപോലെ തന്നെ എ.കെ. ശശീന്ദ്രൻ, അതുപോലെ വീണ ജോർജ് അടക്കമുള്ള 3 മന്ത്രിമാർ പങ്കെടുക്കുന്നുണ്ട്. സംസ്ഥാന പോലീസ് മേധാവിയുണ്ട്, അഗ്നിശമന സേന മേധാവിയുണ്ട്, ചീഫ് വൈൽഡ് ലൈഫ് വാർഡനുണ്ട്, അതുപോലെ അഡീഷണൽ ചീഫ് സെക്രട്ടറിമാർ, അതുപോലെ ദുരന്ത നിവാരണ അതോറിറ്റിയുടെ മെമ്പർ സെക്രട്ടറി ശേഖർ കുര്യാക്കോസ് അടക്കമുള്ള ആളുകൾ, ഉന്നത ഉദ്യോഗസ്ഥരെല്ലാം തന്നെ ഈ യോഗത്തിൽ പങ്കെടുക്കുന്നുണ്ട്. ഇതിലേറ്റവും പ്രധാനപ്പെട്ടത് സംസ്ഥാനത്തിന് ഈ വിഷയത്തിൽ കൂടുതലായി എന്തെങ്കിലും ചെയ്യാൻ കഴിയുമോ എന്നുള്ള ഒരു ആലോചന തന്നെയാണ്. ഇതുവരെ എന്തൊക്കെ ചെയ്തു, അത് ഫലപ്രദമായി നമുക്ക് ഈ വിഷയത്തിൽ ഇടപെടാൻ കഴിഞ്ഞിട്ടുണ്ടോ, എന്തൊക്കെ കാര്യങ്ങളിൽ കൃത്യമായ നടപടിയെടുക്കാൻ കഴിഞ്ഞിട്ടുണ്ട്, ഈ കാര്യങ്ങളെല്ലാം ഇന്നത്തെ യോഗത്തിൽ വിലയിരുത്തും. അതോടൊപ്പം തന്നെ ഈ വിഷയത്തിൽ സംസ്ഥാന സർക്കാരിന് ഏതെങ്കിലും തരത്തിലുള്ള ഒരു പരിമിതിയായി നിൽക്കുന്നത് പല ഘട്ടങ്ങളിലും ഈ കേന്ദ്ര സർക്കാരിൻ്റെ ചില നിയമങ്ങളും ചട്ടങ്ങളും ഒക്കെ തന്നെയാണ്. അതിൽ കേന്ദ്രവുമായി ബന്ധപ്പെട്ട് ഏതെങ്കിലും തരത്തിലുള്ള ഒരു മാറ്റം വരുത്താൻ അല്ലെങ്കിൽ എന്തെങ്കിലും ഇളവുകൾ നൽകുന്നതടക്കമുള്ള കാര്യങ്ങളിൽ ഏത് നിലയിൽ സംസ്ഥാന സർക്കാരിന് ഇടപെടാൻ കഴിയും എന്നതടക്കമുള്ള കാര്യങ്ങളാണ്. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, ഈ സംസ്ഥാനത്തെ ആന എഴുന്നള്ളിപ്പുമായി ബന്ധപ്പെട്ട ചില ചട്ടങ്ങൾ നിലവിലുണ്ട്. എന്നാൽ പലയിടങ്ങളിലും ഈ ചട്ടങ്ങൾ പാലിക്കപ്പെടുന്നില്ല എന്നുള്ളതാണ്. ഇവ ഉറപ്പുവരുത്താനുള്ള നടപടികൾ കാര്യക്ഷമമാണോ, അല്ലെങ്കിൽ ഏതൊക്കെ തരത്തിൽ ഇത് ലംഘിക്കുന്ന ആളുകൾക്കെതിരെയുള്ള നടപടികൾ കൃത്യമായി എടുക്കുന്നുണ്ടോ, ഈ കാര്യങ്ങളെല്ലാം തന്നെ യോഗത്തിൽ ചർച്ചയാകുമെന്നാണ് നമുക്ക് കരുതാൻ കഴിയുക. ഏതായാലും 3:30 യോഗം ആരംഭിച്ചിട്ടുണ്ട്. അല്പസമയത്തിന് ശേഷം ഇതിന്റെ വിശദാംശങ്ങൾ നമുക്ക് ലഭ്യമാക്കാൻ കഴിയും. അസിത, കമലേഷ് തെക്കേക്കാട് വിവരങ്ങൾ നൽകിയതാണ്.